പ്രവാചകന് സിഹർ ബാധിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു പറയുന്നുണ്ട്, പ്രവാചകന് സിഹർ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രവാചകൻ ഭ്രാന്തനല്ല, നിങ്ങൾ ആരോപിക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രവാചകന് ഏറ്റിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പ്രമാണമാക്കുന്നത് ബുഖാരിയെയും മറ്റും അതുപോലുള്ള ഹദീസുകളെ ആസ്പദമാക്കിയിട്ടാണ് നിങ്ങൾ പ്രമാണം പറയുന്നത്. അതായത് ഖുർആനിൻ്റെ ആയത്തുകളെ നിങ്ങൾ മാറ്റിവെക്കുകയാണ്. അതല്ലെങ്കിൽ പ്രവാചകന് സിഹർ ബാധിക്കും എന്നൊരു ആയത്ത് നിങ്ങൾ ഉദ്ധരിക്കണം. പ്രവാചകന് സിഹർ ബാധിക്കും എന്നൊരായത്ത് ഉദ്ധരിച്ചാൽ പ്രശ്നം തീർന്നു. അങ്ങനെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? ഒന്ന്. രണ്ട്, ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദിനെയും കഅബയെയും ഇവിടെ താരതമ്യം ചെയ്തു. ഇവിടെ കഅബ പടുത്തുയർത്തിയിരിക്കുന്നത് ഏതെങ്കിലും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, ആരും വിശ്വസിക്കുന്നുമില്ല. ഹജറുൽ അസ്വദിനെയാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. മാത്രമല്ല, നാളെ പരലോകത്ത് വെച്ച് ഹജറുൽ അസ്വദ് അതിന് അള്ളാഹു കൈകൾ കൊടുക്കുമെന്നും നാവ് കൊടുക്കുമെന്നും അതിൽ ആരെല്ലാം തൊട്ടു അവരുടെ ഹൃദയശുദ്ധിയെക്കുറിച്ച് അത് സാക്ഷി പറയുമെന്നെല്ലാം വ്യക്തമായി ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്, വെളുത്ത കല്ലായിരുന്നെന്നും ആളുകളുടെ തൊട്ടുമുത്തൽ കൊണ്ട് അവരുടെ പാപങ്ങൾ വഹിച്ചെടുത്താണ് അത് കറുത്തു പോയതെന്നും പറയുന്നു. അതിനർത്ഥം പാപം പൊറുക്കാൻ അള്ളാഹുവിനല്ലാതെ പ്രവാചകന്മാർക്ക് പോലും അധികാരമില്ല. അപ്പോൾ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലിൽ തൊട്ടുമുത്തുമ്പോൾ നമ്മുടെ പാപം പൊറുക്കണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അവകാശത്തെ ആ കല്ലിന് ചാർത്തിക്കൊടുക്കുന്നത് തന്നെയാണ്. അതിന് യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ ഇസ്ലാമിക വസ്ത്രധാരണം, താടി, അതല്ലെങ്കിൽ ഈ നിര്യാണിക്ക് മുകളിൽ മുണ്ടെല്ലാം എടുത്തുകൊണ്ട് ഇതുപോലെ ആളുകളുടെ സമുദായത്തിൻ്റെ പണം വാങ്ങിക്കൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നത് ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനോ ആണോ? കാരണം ഈ പറയുന്ന ഹജറുൽ അസ്വദിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഈ ഇബ്ലീസിന്റെ സ്തൂപത്തെ കുറിച്ചോ അതല്ലെങ്കിൽ സംസം വെള്ളത്തിനെ കുറിച്ചോ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അതല്ലെങ്കിൽ ഒരു സൂചന നിങ്ങൾ പറയണം. കാരണം നിങ്ങൾ പറയുന്നത് ഹദീസുകൾ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ കുറിച്ചും സംസം വെള്ളത്തിനെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങൾ പ്രവാചകന് സിഹർ ബാധ ഏൽക്കും എന്നതെല്ലാം ഉദ്ധരിക്കുന്ന ആയത്ത് നിങ്ങൾ ഇവിടെ ഉദ്ധരിക്കണം. സഹോദരൻ പേര് പറഞ്ഞില്ല. റഫീഖ്. സഹോദരൻ ഒരുപാട് തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഒന്ന് സ്വസ്ഥമായി ശാന്തമായി കേൾക്കണമെന്നാണ് ഒരു സ്നേഹബുദ്ധ്യ അഭ്യർത്ഥിക്കാനുള്ളത്. ധാരാളം തെറ്റിദ്ധാരണകൾ സഹോദരന് വന്നുപെട്ടിട്ടുണ്ട്. ഒന്ന്, പ്രവാചകർക്ക് സിഹർ ബാധിക്കുകയില്ല എന്ന് ഖുർആനിൽ എവിടെയുമില്ല, ഒരായത്തുമില്ല. അത് ഉണ്ടെങ്കിലാണ് ഈ ഹദീസും ആയത്തും എതിരാവുക. സിഹർ ബാധിക്കയില്ല എന്നോ ബാധിച്ചിട്ടില്ല എന്നോ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രവാചകൻ സാഹിറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, പ്രവാചകൻ സാഹിറല്ല. പ്രവാചകനെ പറ്റി മുസ്ലിക്കുകൾ മസ്ഹൂർ എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. ആ മസ്ഹൂർ നബി അല്ല. ആണ് എന്ന് പറഞ്ഞാൽ അവൻ അക്രമിയാണ്. പ്രവാചകൻ ഭ്രാന്തനല്ല എന്ന് ഖുർആൻ പറഞ്ഞു. പ്രവാചകൻ ഭ്രാന്തനല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വൈരുദ്ധ്യം വരുന്നുമില്ല. ആയത്തുണ്ടെങ്കിൽ ഉദ്ധരിക്കണം. ആയത്തുണ്ടെങ്കിൽ മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് പ്രമാണം. മുസ്ലിമീങ്ങൾക്ക് വഹയുണ്ടായാലും മതി. അള്ളാഹുവിൽ നിന്ന് വഹയുണ്ടായാൽ അത് പ്രമാണമാണ്. അത് ആയത്തിലും ആവാം, ഹദീസിലും ആകാം. ആയത്തിൽ വന്നെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ, ഹദീസിൽ വന്നാൽ വിശ്വസിക്കൂല എന്നത് പറയുന്നത് മുസ്ലിമീങ്ങളുടെ നിലപാടേ അല്ല. അള്ളാഹു അറിയിച്ചുവെങ്കിൽ അതാണ് പ്രമാണം. ആ അള്ളാഹു ഖുർആനിലൂടെ അറിയിക്കാം, ഖുർആനിലൂടെ അല്ലാതെയും അറിയിക്കാം. അത് രണ്ടും പ്രമാണമാണ്. അപ്പോൾ അള്ളാഹ് അറിയിച്ചോ അത് പ്രമാണമാണ്. അള്ളാഹ് അറിയിച്ചിട്ടുണ്ട്. പ്രവാചകർക്ക് നബീ ഇബ്രാഹിം എന്ന ജൂതൻ സിഹർ ചെയ്തുവെന്ന് അള്ളാഹു മലക്കളെ പറഞ്ഞയച്ച് അറിയിച്ചിട്ടുണ്ട്. അത് പ്രവാചകരാണ് നമ്മോട് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞതല്ല, ബുഖാരി പറഞ്ഞതല്ല. ബുഖാരി ഒന്നും പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സിഹർ വായിച്ചൊന്നും ബുഖാരി പറഞ്ഞിട്ടേ ഇല്ല. നബിയാണ് പറഞ്ഞത്. ആയിഷ ബിബിയോടാണ് പറഞ്ഞത്. നബിയോട് പറഞ്ഞത് ജിബ്രീലാണ്. ജിബ്രീലിനെ പറഞ്ഞയച്ച അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവാണെന്ന് അറിയിച്ചത്. അള്ളാഹ് അറിയിച്ചാൽ അത് പ്രമാണമാണ്. ഒന്ന്. രണ്ടാമത്, ഹജറുൽ അസ്വദിനെ ചുംബിച്ചാൽ ഹജറുൽ അസ്വദ് ദോഷം വലിച്ചെടുക്കും എന്ന് ഒരു ഹദീസിലും ഇല്ല. അത് ദോഷം പൊറുക്കുമെന്നും എവിടെയും ഇല്ല. ഹജറുൽ അസ്വദ് ദോഷം പൊറുക്കുന്ന കല്ലുമല്ല. ദോഷം പൊറുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെ മുത്തുന്ന എല്ലാവരുടെയും ദോഷം ആ കല്ലിങ്ങനെ വലിച്ചെടുക്കുകയാണ്, ഇവരതോട് ശുദ്ധിയാവുകയാണ് എന്നൊരു ഹദീസിലില്ല. എന്നാൽ പാപികൾ ചുംബിച്ചത് കൊണ്ട് ആ കല്ല് കറുത്തുപോയി എന്ന ഹദീസിലുണ്ട്. അതിനർത്ഥം ഇവൻ്റെ പാപം ആ കല്ല് വലിച്ചെടുത്തു എന്നല്ല. അതിന് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ നൽകിയ മറുപടി, ഒരു പാപം ഒരു കല്ലിൽ വരെ
എത്രമാത്രം സ്വാധീനമുണ്ടാക്കുമെന്ന് അള്ളാഹു നമുക്കിവിടെ ദൃഷ്ടാന്തമായി വെച്ചതാണത്. എന്തിന്? ഒരു കല്ലിൽ അത്ര സ്വാധീനിക്കുമെങ്കിൽ ഒരു മനുഷ്യൻ്റെ കൽബിൽ എത്ര സ്വാധീനിക്കും എന്ന് പഠിപ്പിക്കാൻ. ഒരു കല്ലിൽ അത്ര സ്വാധീനിക്കുമെങ്കിൽ മനുഷ്യൻ്റെ കൽബിൽ അതെത്ര സ്വാധീനിക്കും എന്ന് പഠിപ്പിക്കാൻ. ഖുർആൻ പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ അവരുടെ ഹൃദയത്തിൽ കറയായി പിടിച്ചിരിക്കുന്നു. എൻ്റെയും നിങ്ങളെയും ഹാർട്ട് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പാപങ്ങളുടെ കറ ഹാർട്ടുമേ കാണൂല. പഠിച്ചോമൻ എന്താ? ബൽ റാന അലാ ഖുലൂബിഹിം, ഇവിടെ കൽബുകളിൽ കറയായി പിടിച്ചിരിക്കുന്നു. അപ്പം കൽബിൽ കറ പിടിക്കുമോ? പിടിക്കും. തെളിവ് വേണോ? ഇതാ കല്ല് കറ പിടിച്ചിരിക്കുന്നു എങ്കിൽ കൽബ് ഏതായാലും കറ പിടിക്കും. ഇനി പരലോകത്ത് ആ കല്ല് സാക്ഷി പറയുമെന്നതാണോ വിശ്വസിക്കാൻ പ്രയാസം? ആ കല്ല് മാത്രമല്ല, ഈ ഗ്രൗണ്ടും സാക്ഷി പറയും. ഈ മുഖാമുഖത്തിൽ നമ്മുടെ ദീന് പ്രചരിപ്പിച്ചതിന് ഖുർആനിലായത്തുണ്ട്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങളെ പറയുന്ന ദിവസമാണെന്ന്. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങളെ പറയുന്ന ദിവസമാണെന്ന് ഈ ആയത്ത് ഒരാൾ ഓതി വയത് പറഞ്ഞാൽ ശിർക്ക് പ്രചരിപ്പിക്കലാണോ? അല്ലല്ലോ. എങ്ങനെ ഭൂമി വർത്തമാനം പറയാം? ഭൂമിക്ക് നാവുണ്ടോ? ഭൂമിക്ക് പറയാൻ കഴിയോ? അപ്പോൾ ഈ സ്ഥലത്ത് വന്ന് പ്രസംഗിച്ചത് ഈ ഭൂമി അറിയുന്നുണ്ടോ? ഓ, അത് ശിർക്കല്ലേ, ഈ ആയത്ത് എടുക്കാൻ പറ്റൂല എന്ന് പറയണോ? ഹദീസ് വേണ്ടെന്ന് പറയുന്നവർ കുറച്ച് കഴിയുമ്പോൾ പറയും ആയത്തും വേണ്ട. ഒരു സഹോദരൻ ഒരുപാട് തെറ്റിദ്ധാരണകൾ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ഒരു കല്ലും ഒരാളുടെയും പാപം ഏറ്റുവാങ്ങി അയാളെ പാപത്തെ പുറത്തു കൊടുക്കുന്നില്ല. ഒരു കല്ലും പാപം പൊറുക്കുന്ന അല്ലാഹു തആല മാത്രമാണ്. പ്രവാചകനും ഭ്രാന്തനല്ല. ഒരു ഹദീസിലും അങ്ങനെ ഭ്രാന്തനാണ് പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിൽ പ്രവാചകന് സിഹർ ബാധിക്കുകയില്ല എന്നോ ബാധിച്ചിട്ടില്ല എന്നോ ഖുർആനിൽ ഒരു ആയത്തേ ഇല്ല. മക്കത്തെ മുശ്രിക്കുകൾ നബി ആക്ഷേപിച്ചു, നബി മസ്ഹൂറാണ്. അത് ആക്ഷേപം മാത്രമാണ്, ആരോപണം മാത്രമാണ്. ആ മസ്ഹൂർ നബി ഒരു കാലത്തുമായിട്ടില്ല, ആകുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വൈരുദ്ധ്യം എന്നത് ഇവിടെ ഉണ്ടാകുന്നേ ഇല്ല എന്നാണ് സൂചിപ്പിച്ചത്. സ്തൂപമാവട്ടെ അല്ലാത്തവട്ടെ അതൊക്കെ ഇനിയിപ്പോൾ കഅബയാണെങ്കിലും സുഹൃത്ത് പറഞ്ഞല്ലോ, കഅബ സ്വർഗീയക്കല്ലാന്ന് ആരും പറയുന്നില്ല, ഇത് ഹജർ സ്വർഗീയക്കല്ലാന്ന് പറയുന്നു. ഒരു കഅബയെപ്പറ്റി ആയത്തോന്നാൽ ഏതായത്ത് നമുക്ക് ഓതാൻ പറ്റും? ഏതായത്ത് ഓതാൻ പറ്റും? ഖുർആനിൽ കഅബ എന്നുള്ള പ്രയോഗമൊന്നും കാണില്ല. അവിടെ അൽ ബൈത്തുൽ അതീഖ്, ഹാദൽ ബൈത്ത് എന്നൊക്കെ, ഈ വീട്, ഈ വീട്, ആ പഴയ വീട് എന്നൊക്കെ. ഏതാ പഴയ വീട്? എവിടെ കിട്ടും നമുക്ക്? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിൻ്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. ഏത് വീട്? അപ്പം ഞാൻ പറയാം അത് നബിൻ്റെ വീടാണെന്ന് ഞാൻ വാദിച്ചാലോ? അല്ല, നിങ്ങൾ എങ്ങനെ പറയാം? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വീട് നബിൻ്റെ വീടാണെന്ന് ഒരിക്കലും വാദിക്കും. മറ്റോ പറയാം അല്ല അത് അബൂജഹലിൻ്റെ വീടാണ്, മറ്റോ പറയാം അല്ല അത് വേറൊരു വീടാ എന്ന് വാദിച്ചാൽ അത് കഅബയാണ് എന്ന് എവിടുന്ന കിട്ടുക? ഇനി ഖുർആൻ തന്നെ, ഈ ഖുർആനെ നബിക്കിറങ്ങിയതെന്ന് എവിടുന്ന കിട്ടിയത്? നമ്മളൊക്കെ അംഗീകരിക്കുന്നു അല്ലാഹുവിൻ്റെ റസൂലിന് അല്ലാഹു ആദ്യം ഇറക്കി കൊടുത്ത ഇഖ്റ ബിസ്മിയാണ്. നമ്മുടെ വീട്ടിലെ മുസാഫ് എടുത്ത് നോക്കി ആദ്യം കാണുന്നത് ഫാത്തിഹയാണ്. ഓ, അതാരോ അട്ടിമറിച്ചതാട്ടോ, അതുകൊണ്ട് ഈ മുസാഫ് ശരിയല്ലാന്ന് ഇവരൊക്കെ വേണമെങ്കിൽ വാദിച്ചൂടെ? അപ്പം അത്തരം യുക്തിവാദങ്ങൾ നമ്മെ മതനിഷേധത്തേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താ ശിർക്ക്, എന്താ തൗഹീദ് എന്നുള്ളത് ഒന്നുകൂടെ മനസ്സിലെത്തി നിസ്വാർത്ഥമായി പഠിച്ചാൽ തീർച്ചയായും അത് മനസ്സിലാവും. അതേപോലെ സംസം വെള്ളവും. അപ്പോൾ എല്ലാ സംഗതിയും ഖുർആനിൽ വന്നെങ്കിലേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഖുർആനിൽ വരാത്ത ധാരാളം കാര്യങ്ങൾ നിങ്ങളും നമ്മളൊക്കെ എല്ലാവരും സ്വീകരിക്കുന്നു. അതൊക്കെ ഖുർആനിൽ മാത്രം കണ്ടെങ്കിലേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്നൊരു വാശി അവിടെയൊന്നുമില്ല. എന്നാൽ ഇത്തരം ചില വിഷയത്തിൽ മാത്രമാണ് ഹദീസല്ലേ ഉള്ളൂ, ഖുർആനില്ലല്ലോ എന്ന് പറയുന്നു. ഇപ്പോൾ നിസ്കരിക്കുന്ന ആളുകൾ, താങ്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു റക്അത്ത് പോലും ഖുർആൻ കൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല. ഖുർആൻ മാത്രം വെച്ചിട്ട് ഒറ്റ റക്അത്ത് നിങ്ങളിപ്പോൾ നിസ്കരിച്ച് കാണിച്ചെന്നാൽ നിങ്ങൾക്ക് നമ്മൾ അവാർഡ് തരും. ഒരു റക്അത്ത് ഖുർആൻ മാത്രം വിട്ട് ഹദീസ് ഒന്നും എടുക്കാതെ 3 വക്തോ 5 വക്തോ ഒക്കെ പോട്ടെ, ഒറ്റ റക്അത്ത് നിസ്കരിച്ചാൽ ഖുർആൻ കൊണ്ട് കഴിയില്ല. അതേപോലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊന്നും ഖുർആൻ മാത്രം അടിസ്ഥാനമാക്കി എങ്ങനെ സക്കാത്ത് കൊടുക്കുക? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്ന അർത്ഥമുള്ളൂ. എൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കിയാൽ അതിന് അറബി ഭാഷയിൽ സക്കാത്ത് എന്ന് പറയാം. ഡ്രസ്സ് കൊണ്ടുപോയി വാഷ് ചെയ്താൽ അതിന് സക്കാത്ത് എന്ന് പറയാം. സംസ്കരിക്കുക, ശുദ്ധീകരിക്കുക എന്ന അർത്ഥം. അല്ലാതെ സമ്പത്തിന് 2% കൊടുക്കണം എവിടുന്നേ കിട്ടിയത്? ഹദീസിനെ കിട്ടുള്ളൂ. ഇനി ഒരാൾ മരിച്ച ആളെ ആ ഡെഡ് ബോഡി എന്ത് ചെയ്യണം? ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും കിട്ടൂല. മരിച്ച ആളെ കുളിപ്പിക്കണോ, കഫൻ ചെയ്യണോ, നിസ്കരിക്കണോ, മറമാടണോ, ഒന്നുമില്ല. ഖുർആനിൽ പറഞ്ഞെന്താണ്? സുമ്മ അമാതഹു ഫഅഖ്ബറ, അല്ലാഹ് അവനെ മരിപ്പിച്ചു, അല്ലാഹ് അവനെ ഖബറടക്കിന. അപ്പം മരിച്ചാൽ അവിടെ ഇട്ട് പോയാൽ മതി. അത് പഠിച്ചോ മരിപ്പിച്ചതല്ലേ, പഠിച്ചോ ഖബറടക്കിക്കോട്ടെ എന്ന് പറഞ്ഞാലോ ഖുർആൻ പ്രകാരം ശരിയാണ് എന്നൊരാൾക്ക് വാദിക്കാം. മരിച്ച ആളെ എന്ത് ചെയ്യണം? ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. വിവാഹരംഗത്തെ മര്യാദകൾ ഖുർആൻ അത്ര വിശദമായി പറഞ്ഞിട്ടില്ല. അതേപോലെ മറ്റൊരുപാട് മേഖലകൾ, ധാരാളം വിഷയങ്ങളിൽ ഖുർആൻ അങ്ങനെ വിശദമായി
പല ഭാഗത്തും പഠിപ്പിച്ചിട്ടില്ല. അത് ചില വിഷയങ്ങൾ വിശദമായി പഠിപ്പിച്ചിട്ടുമുണ്ട്. അവിടെ ഖുർആൻ മാത്രം എടുക്കുന്ന ഒരാൾക്ക് ഷഹാദത്ത് കലിമ പോലും ഇല്ല. ഷഹാദത്ത് കലിമ ചൊല്ലണം. ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരാൾ വന്ന് നമ്മൾ പറയും എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? അയാൾക്ക് നീ ഷഹാദത്ത് ഉച്ചരിക്കണം പറയാൻ പറ്റുമോ? ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയില്ലല്ലോ. ഖുർആൻ ഷഹാദത്ത് കലിമ ഉണ്ടോ? ഷഹാദത്ത് കലിമ ഖുർആനിലുണ്ടോ? ഇല്ല. അപ്പോൾ അയാളുടെ നീ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ നീ എന്തു ചെയ്യണമെന്ന് എങ്ങനെ പറഞ്ഞു ഖുർആൻ പ്രകാരം? അപ്പം നബി തങ്ങൾ എന്താ ചെയ്തത്, നബി എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നോക്കണം. ഹദീസിലുണ്ട്. അതാണ് മാർഗം. അപ്പോൾ അവിടം മുതൽ ഇസ്ലാമിലേക്ക് കയറി വരുന്ന അവിടം മുതൽ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിയുന്ന ആ മേഖല വരെയുള്ള ഒന്നും ഖുർആൻ മാത്രം എടുക്കുന്ന ഒരാൾക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് അവസാനം പിന്നെ പോയിട്ട് സർവ്വമത സത്യവാദം പറഞ്ഞ് ഇതൊന്നും അത്ര കാര്യമൊന്നുമല്ല, ഖുർആനും ദൈവികമല്ല എന്ന് വരെ പറയുന്ന അപകടത്തിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സ്നേഹബുദ്ധിയ ഉണർത്താനുള്ളത്. അതുകൊണ്ട് മുൻ ധാരണകൾ മാറ്റിവെച്ച് ആത്മാർത്ഥമായി ഒന്ന് പഠിക്കാൻ തയ്യാറാകണമെന്നാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലക്ക് ആവശ്യപ്പെടാനുള്ളത്. അതായത് ഈ എൻ്റെ ചോദ്യം, അതായത് പരിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. ഒരു മിനിറ്റ്, ഇതിനു മുമ്പ് അല്ലല്ല അതല്ല അത് പറയാം. അതിനു മുമ്പ് ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമല്ലേ? ആണല്ലോ. പിന്നെ എന്നോട് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥമല്ല അതിന്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമാണ് എന്നതിൽ തർക്കമില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ട്. ആ ആയത്തുകൾ പറയണം. വായിക്കാം. അർത്ഥം പറഞ്ഞാലും മതി. അത് അടുത്ത പ്രാവശ്യം ഞാൻ വായിച്ചോളാം. ഒരു കാര്യം ഇപ്പൊ സംസാരിച്ചതിന്റെ കാര്യം പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം, ഹജറുൽ അസ്വദ്, സംസം വെള്ളം, മക്കാമു ഇബ്രാഹിം, അതായത് ഇബ്രാഹിം നിന്ന സ്ഥലമുണ്ട്, പ്രാർത്ഥിച്ച സ്ഥലമുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലാതെ ഇബ്രാഹിം നബിയുടെ കാൽപാദം അവിടെ പണിതു വെക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. 2, ഇബ്ലീസിന്റെ സ്തൂപം ഏതടിസ്ഥാനത്തിൽ, ഇസ്ലാമിലെ ഏത് ആരാധനാ കർമ്മങ്ങളുടെ രീതിയിലാണ് ഇബ്ലീസിന്റെ സ്തൂപം ഉണ്ടാക്കിക്കൊണ്ട്, അതായത് ഒരു പ്രതീകാത്മകമായ ഒരു ആരാധനാ കർമ്മം, ഇബ്ലീസിന്റെ സ്തൂപം ഉണ്ടാക്കിക്കൊണ്ട് അതിനെ കല്ലെറിയുക എന്നത് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂചന നിങ്ങൾക്ക് കാണിച്ചു തരാമോ? പിന്നെ എന്തുകൊണ്ട് അവിടെ സ്തൂപം ഉണ്ടാക്കി വെച്ചു? ആരുണ്ടാക്കി വെച്ചു? എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. തെറ്റിദ്ധാരണ നിങ്ങൾ ആക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ഞാൻ പറയുന്നത്, ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ഗംഗാജലത്തിന് പ്രാധാന്യം പുണ്യം കൽപ്പിക്കുമ്പോൾ അത് അന്ധവിശ്വാസവും, മുസ്ലിങ്ങൾ സംസം വെള്ളത്തിന് പ്രാധാന്യം പുണ്യം കൽപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് നല്ല വിശ്വാസവുമാകുന്നത്? അതുപോലെ തന്നെ ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾ കല്ലിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ശിർക്കും, മുസ്ലിങ്ങൾ കല്ലിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് തൗഹീദുമാകുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് മതവും ജാതിയും തിരിച്ചാണോ അള്ളാഹു ശിക്ഷ വിധിക്കുന്നത് എന്നറിയാൻ? അല്ല, ഒരിക്കലുമല്ല. ഹൈന്ദവ വിശ്വാസികൾ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശിർക്കും, മുസ്ലിമീങ്ങൾ കഅബയെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ തൗഹീദുമാകുന്നുണ്ടല്ലോ. എങ്ങനെ? അല്ല, അത് പറയണല്ലോ. എന്താ പറയാത്തത്? പ്രദക്ഷിണം പറയണല്ലോ. ഖുർആൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു ഇവിടെ, പുരാതന ഭവനത്തെ പ്രദക്ഷിണം ചെയ്യട്ടെ. എൻ്റെ തറവാട് വീട് ഞാൻ തവാഫ് ചെയ്താൽ എനിക്ക് പറഞ്ഞൂടെ ഈ ആയത്ത് പ്രകാരം പറഞ്ഞൂടെ? അല്ലാഹ് പറഞ്ഞു ബിൽ ബൈത്തുൽ അതീഖ്, പുരാതന ഭവനത്തെ തവാഫ് ചെയ്യട്ടെ എന്നാണ്. ഞാൻ എൻ്റെ തറവാട്ട് വീട്ടിൽ പോയി തവാഫ് ചെയ്തു. ഞാൻ പറയാം അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് പുരാതന വീട് പ്രദക്ഷിണം ചെയ്യാനാണ്. അവിടെ എൻ്റെ പുരാതന വീട് എൻ്റെ തറവാടാണ്, ഞാൻ അവിടെ പോയി പ്രദക്ഷിണം ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്തുമാണെന്നുള്ളത്? അപ്പം എന്തേ സംസമിലും ഹജറുൽ അസ്വദിലും മാത്രം ഈ ഒരു വ്യത്യാസവും കഅബയിൽ ആ വ്യത്യാസം കാണാത്തത് എന്താ? അത് ഖുർആൻ ആയത്തുള്ളതല്ലേ? അതാ നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ഞാൻ നിങ്ങളുടെ ആയത്ത് പറയാൻ പറഞ്ഞത്, നിങ്ങൾ ആയത്ത് തോളിപ്പഴുക്ക് ഈ സമയത്ത് ആയത്തിറക്കി. വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമാണ് എന്ന് ഏതായത്തിലാണുള്ളത്? ആ ആയത്ത് കിട്ടുന്ന ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കണക്ക് ഖുർആൻ സമ്പൂർണ്ണമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയ സമ്പൂർണ്ണമല്ല. അതാണ് പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കിയ സമ്പൂർണ്ണം വേറെയാണ്, ഞങ്ങൾ മനസ്സിലാക്കിയ സമ്പൂർണ്ണം വേറെയാണ്. അതുകൊണ്ടാണ് ആയത്ത് വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം മതമായി മാറാനുള്ള അടിസ്ഥാനം ഹൈന്ദവൻ ചെയ്തോ മുസ്ലിം ചെയ്തോ എന്നതല്ല. ഒരു മുസ്ലിം ഗംഗാനദിക്ക് പുണ്യം കൽപ്പിച്ചാലും അത് പുണ്യജലമാവൂല. ഒരു അമുസ്ലിം സംസം വെള്ളത്തിന് പുണ്യം കൽപ്പിച്ചില്ലെങ്കിൽ അത് പുണ്യം ഇല്ലാതാവൂല. ആര് ചെയ്തു എന്നതല്ല മാനദണ്ഡം, ആര് ചെയ്യാൻ നിർദ്ദേശിച്ചു എന്നതാണ് മാനദണ്ഡം. ഗംഗയെ സൃഷ്ടിച്ചതും സംസമിനെ സൃഷ്ടിച്ചതും അതേപോലെ മറ്റ് ഏത് നദിയെ സൃഷ്ടിച്ചതും ഒരേ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് പറയണം ഇതിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് സവിശേഷതയുണ്ടോ. അവൻ പറഞ്ഞാൽ സ്വീകരിക്കാം, അവൻ പറഞ്ഞില്ലേ സ്വീകരിക്കാൻ പറ്റില്ല. അവൻ എവിടെ പറയും? ഒന്നുകിൽ ഖുർആനിലൂടെ വഹയായി നൽകും, അല്ലെങ്കിൽ ഖുർആൻ അല്ലാതെ നബിക്ക് വഹയായി നൽകും. അല്ലാഹ് പറഞ്ഞാൽ മതി, അള്ളാഹു പറഞ്ഞാൽ മതി.
അത് വഹയായി കിട്ടിയാൽ മതി എങ്കിൽ പ്രമാണമാണ്. ആ പടച്ചോനാണ് ഭൂമിയിലെ എല്ലാ കല്ലും സൃഷ്ടിച്ചത്, അവനാണ് സ്വർഗത്തെ സൃഷ്ടിച്ചത്, അവനാണ് ഈ കല്ല് കാണിച്ചിട്ട് പറഞ്ഞത് സ്വർഗത്ത് ഇറക്കിയ കല്ലാണ്, നമ്മൾ അംഗീകരിക്കുന്നു. ആ സൃഷ്ടാവാണ് ഈ ലോകത്തെ മൊത്തം സംവിധാനിച്ചത്. അതിൽ ഏതിനെ എങ്ങനെ ആര് എപ്പോൾ ഉപയോഗിക്കണം സൃഷ്ടാവ് പറയണം, അപ്പോൾ അത് മതമായി മാറും. സൃഷ്ടാവ് പറയാത്ത ഒന്ന് ആര് പറഞ്ഞാലും മതമായി മാറുകയുമില്ല. അത് മുസ്ലിം ചെയ്താലും മതമാവില്ല, അമുസ്ലിം ചെയ്താലും മതമാവില്ല, ആര് ചെയ്തില്ലെങ്കിലും മതത്തിൽപ്പെട്ട ഒന്ന് മതമല്ലാതാവുകയുമില്ല. അപ്പൊ സംസമിന്റെ കാര്യം സൃഷ്ടാവ് പഠിപ്പിച്ചു, ഹജർ അസ്വദിന്റെ കാര്യം സൃഷ്ടാവ് പഠിപ്പിച്ചു, മക്കാമു ഇബ്രാഹിം സൃഷ്ടാവ് പഠിപ്പിച്ചു. ഇനി മക്കാമു ഇബ്രാഹിം നിങ്ങൾ പറഞ്ഞപ്പോൾ എന്താ ഇബ്രാഹിം ഇസ്ലാം നിന്ന് പ്രാർത്ഥിച്ച സ്ഥലം എന്നാ അതെവിടുന്ന് കിട്ടിയത്? അതെവിടുന്ന് കിട്ടി? ഖുർആൻ അത് പറഞ്ഞിട്ടില്ല. ഖുർആൻ ഇബ്രാഹിം മുസല്ലാന, ഇബ്രാഹിം നബിയുടെ മക്കാം നിന്ന സ്ഥലം എന്നേ ഉള്ളൂ, നിന്ന് പ്രാർത്ഥിച്ച സ്ഥലം എന്നല്ല. അവിടെ അട്ടിമറിയാണ്. എന്തുകൊണ്ട്? അപ്പോഴേ നിങ്ങൾ ഉദ്ദേശാർത്ഥം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇബ്രാഹിം ഇസ്ലാം നിന്ന സ്ഥലത്തിന് എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചൂടെ? അത് ഖുർആനിലെ ആയത്തുണ്ട്, നിഷേധിക്കാൻ ഇപ്പം ധൈര്യം വന്നിട്ടില്ല. ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ അവിടെ നിങ്ങൾ എത്തും ഈ പോക്ക് പോവുകയാണെങ്കിൽ. മക്കാമ് ഇബ്രാഹിം ഇസ്ലാം നിന്ന സ്ഥലം എന്നാ. എവിടെ നിങ്ങൾക്ക് നിന്ന് പ്രാർത്ഥിച്ച സ്ഥലം കിട്ടി? പ്രാർത്ഥിച്ച സ്ഥലം ഒരു കൂട്ടിച്ചേർത്തെങ്കിലേ നിങ്ങൾ പറഞ്ഞ ഈ നിഷേധ മനസ്സ് നിലനിർത്താൻ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് സ്വന്തമായി വ്യാഖ്യാനിക്കണ്ട. ഇതിന് 114 കാലം മുസ്ലിം ലോകം സ്വീകരിച്ചു പോന്ന ഒരു രീതിയുണ്ട്. ആ രീതി എങ്ങനെ പഠിച്ചാൽ മതി എങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഏതായാലും ആയത്തുകൾ പറയും, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ വിശദീകരണത്തോടു കൂടിയാണ് ഇറക്കിയിട്ടുള്ളത് എന്ന ആയത്ത് ഉദ്ധരിക്കാം. പരിശുദ്ധ ഖുർആനില് 39-ാം അധ്യായത്തില് 23-ാമത്തെ വചനം, സമുത്കൃഷ്ടമായ വചനങ്ങളെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് ഘടകങ്ങളൊക്കെ പരസ്പരം ചേർന്നതും വിഷയങ്ങൾ ആവർത്തിച്ച് ഉറപ്പിച്ചിട്ടുള്ളതുമായ ഒരു വേദം. 2-ാമത്തെ ആയത്ത്, കാര്യം ഇതായിരിക്കെ ഞാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരു വിധികർത്താവിനെ തേടുകയോ അവനോ വിശദ വിവരങ്ങളടങ്ങിയ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നവനാണ്. പരിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം 114-ാമത്തെ ആയത്ത്. അടുത്ത ആയത്ത് അല്ല, ഇനി തീർന്നില്ല, 2-3 കൂടി ഉണ്ട്, അത് വായിച്ചുതരാം. നാം അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളും മാർഗനിർദ്ദേശങ്ങളും മറച്ചുവെക്കുന്നവർ ആരോ അതും മുഴുവൻ മനുഷ്യർക്കുമായി നാം ഖുർആനിൽ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതുമാകുന്നു. അടുത്ത ആയത്ത്, അത് സൂറത്തുൽ ബഖറ 159-ാമത്തെ ആയത്താണ്. അടുത്ത ആയത്ത്, അല്ലാഹുവല്ലാത്ത ആരെയെങ്കിലും വിധികർത്താവായി ഞാൻ തേടുകയോ അവനാകട്ടെ നിങ്ങൾക്ക് തികച്ചും വിശദമായ വേദം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. 6-ാം അധ്യായം 114-ാമത്തെ ആയത്ത്. അടുത്തത്, വിഷയങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്ന വേദ സൂക്തങ്ങളെത്രേ ഈ ഖുർആൻ. നാം അതിനെ അറബി ഭാഷയിൽ ഖുർആനാക്കി അവതരിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അത് നന്നായി ഗ്രഹിക്കാൻ കഴിയേണ്ടതിന്. ഇതുപോലെ പരിശുദ്ധ ഖുർആനില് ഇനിയും ആയത്തുകളുണ്ട്. ഇത് സമ്പൂർണ്ണ വിശദീകരണത്തോടു കൂടിയാണ് ഇറക്കിയതെന്ന്. ശരി, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ മൊത്തം പറഞ്ഞത് 5 ആയത്താണ്. അത് 4 ആയത്ത് മക്കയിൽ ഇറങ്ങിയതാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ 5 ആയത്തിൽ 4 ആയത്ത് സൂറത്തുൽ ബഖറയിൽ ആയത്തൊഴിച്ച് ബാക്കി 4 ആയത്തുകളും മക്കയിൽ ഇറങ്ങിയതാണ്. അപ്പം ഈ ആയത്താണ് ഖുർആൻ സമ്പൂർണ്ണമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവെങ്കിൽ ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നൊരു ആയത്ത് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടാകാൻ പാടില്ല. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നൊരു ആയത്ത് ഇറങ്ങാൻ തന്നെ പാടില്ല, നിയമം ഉണ്ടാകാനേ പാടില്ല. തിബിയാനിൻ ലിക്കുല്ലി ശൈഇൻ, എല്ലാത്തിനും വിശദീകരണമായി ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആയത്ത് ഇറക്കിയപ്പോൾ എല്ലാം വിശദീകരിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം. അത് ഇറങ്ങിയതിന് ശേഷം പിന്നെയും ഏതാണ്ട് ഒരു 15 കൊല്ലം ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. സൂറത്ത് സുമറാണ് നിങ്ങൾ ആദ്യം ഉദ്ധരിച്ചത്, 2-ാമത് സൂറത്ത് അൻആമാണ്. ആ ആയത്തുകളൊക്കെ മക്കിയാണ്. അപ്പം ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഏതാണ്ട് 15 കൊല്ലക്കാലം പിന്നെയും ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ആയത്ത് ഇറങ്ങുന്ന കാലത്ത് സമ്പൂർണ്ണമായിരുന്നു എന്നോ അല്ലായിരുന്നു എന്നോ മനസ്സിലാക്കേണ്ട ഒരാൾക്ക്. ഒരാൾ ചോദിക്കുക, ഈ ആയത്ത് ഇറങ്ങിയിട്ട് പിന്നെ 15 കൊല്ലം എന്തിനാ ആയത്ത് ഇറങ്ങിയത്? അപ്പം ആ 15 കൊല്ലം ഇറങ്ങിയ ആയത്തും കൂടി വരുമ്പോഴേ പൂർത്തിയാവുള്ളൂ എന്നല്ലേ? അപ്പം ഈ ആയത്ത് ഇറങ്ങിയ കാലത്ത് പൂർത്തിയല്ല എന്നല്ലേ അവ വരുന്നത്? ഇനി അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾ ദീൻ ഇന്ന് പൂർത്തിയാക്കി തന്നു, അത് ഇറങ്ങിയിട്ട് പിന്നെയും ആയത്തിറങ്ങിയില്ലേ, അപ്പോഴും പൂർത്തിയായിട്ടില്ല എന്ന് വരുമോ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കിയ സമ്പൂർണ്ണം വേറെയാണ്, യഥാർത്ഥ സമ്പൂർണ്ണം വേറെയാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് ഞങ്ങൾ കൂടെ ആയത്ത് ഓതാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ആയത്ത് പറഞ്ഞാൽ ഓതാൻ കഴിയാത്തതുകൊണ്ടല്ല. അപ്പം ഖുർആൻ സമ്പൂർണ്ണമാണ്, വളരെ ഹദീസ് വേണ്ടാന്ന് പറയാൻ ഏതായത്തുകൾ ഓതുന്നുവോ ആ ആയത്താവണം ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്ത്. അല്ലെങ്കിൽ ശേഷം ഒരു ആയത്തിറങ്ങിയാൽ പിന്നെ ഈ ആയത്ത് പൊളിഞ്ഞില്ലേ?
ഇത് സമ്പൂർണ്ണ പറഞ്ഞിട്ട് പിന്നെ ആയത്തിറക്കുക. അപ്പോൾ ഈ ആയത്തിറക്കിയപ്പോൾ സമ്പൂർണ്ണമായത്. 4 ദിവസം കഴിയുമ്പോൾ അടുത്ത ആയത്ത് വീണ്ടും ഇറങ്ങുക. എന്താ മുഹമ്മദ് നീ ചെയ്ത്, നീ അല്ലേ ഇന്നലെ പറഞ്ഞ് ഖുർആൻ സമ്പൂർണ്ണാന്ന്, പിന്നെ എന്താ ഇപ്പം എന്തൊരു പുതിയ ആയത്ത് എന്ന് നിങ്ങളെ ബുദ്ധി ഉണ്ടെങ്കിൽ അബൂജഹൽ ചോദിക്കില്ല എന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആയത്ത് ആ അർത്ഥത്തിലേ അല്ല. അപ്പോൾ ഖുർആൻ സമ്പൂർണ്ണമാണെന്ന് പറഞ്ഞാൽ ഇനി ഹദീസ് വേണ്ട, വേറെ ഒന്നും വേണ്ട എന്നല്ല അതിനർത്ഥം. അത് താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചോളി. മുൻധാരണ മാറ്റിവെച്ച് ആത്മാർത്ഥമായി പഠിക്കും. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഖുർആൻ ഏറ്റവും ലാസ്റ്റാണ് ഈ ആയത്തിറങ്ങേണ്ടത്. ഒക്കെ ഇറങ്ങി എല്ലാം പഠിപ്പിച്ച് എല്ലാ നിയമമൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞാൽ ഇതാ എല്ലാം സമ്പൂർണ്ണമായി കഴിഞ്ഞു. ഇതല്ല, നിങ്ങൾ പറഞ്ഞ ആയത്തിറങ്ങിയതിന് ശേഷം 15 കൊല്ലക്കാലം ധാരാളം ആയത്തിറങ്ങി. അപ്പം പിന്നെ ഈ ആയത്തിന് എന്തർത്ഥമുണ്ട് എന്നൊക്കെ ചോദിച്ചൂടെ? അപ്പം ഖുർആൻ സമ്പൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ ഇനി അതിന് വിശദീകരണം വേണ്ട, ഒന്നും വേണ്ട എന്നല്ല. ഖുർആനിൽ പറയാത്ത നിയമങ്ങൾ ഹദീസിലുണ്ട്, ഹദീസിൽ പറയാത്ത നിയമങ്ങൾ ഖുർആനിലുമുണ്ട്. ഖുർആനിൽ പറഞ്ഞ അതേ നിയമം അതേപോലെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ വന്ന നിയമത്തെ വിശദമായി ഹദീസിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല അവിടെയൊക്കെ പറഞ്ഞതാണ് കിതാബ് എന്നാണ്. അല്ലാഹ് ഇറക്കിയത് കിതാബ് അല്ലല്ലോ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, സൂറത്തുൽ ബഖറ 2-ാമത്തെ ആയത്ത്. ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥം, ആ കിതാബ് അല്ലാഹ് ഇറക്കിയത് കിതാബാണോ? അല്ലാഹ് ചില വചനങ്ങളല്ലേ, കിതാബല്ലല്ലോ. അപ്പോൾ എടുത്താൽ പറയാം അത് ഇതിനെ പറ്റിയല്ല, അത് വേറെ കിതാബിനെ പറ്റി എടുത്താൽ ബാധിച്ചാലോ? അപ്പം ഹദീസ് എടുക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഖുർആനിലെ ഒരു ആയത്ത് എടുക്കാൻ പറ്റൂല. അപ്പം നിങ്ങൾ ഈ 5 ആയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഒന്ന് 39-ാം അധ്യായം സൂറത്തുൽ സുമറ നിങ്ങൾ വായിച്ചതേ, അത് 39-ാം അധ്യായമാണ്. എവിടെ നിന്ന് കിട്ടിയത്? സൂറത്തുൽ ബഖറ നിങ്ങൾ പറഞ്ഞു, ഈ ബഖറ എന്ന പേര് എവിടെ നിന്ന് കിട്ടിയത്? ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ബഖറയാണെന്ന് ഖുർആനിലുണ്ടോ? ഈ അധ്യായത്തിൻ്റെ പേര് സൂറത്തുൽ ബഖറയാകുന്നു ഖുർആനിലുണ്ടോ? എവിടുന്ന് കിട്ടി? ഹദീസ് തന്നെ കിട്ടിയത്. അപ്പം ഹദീസ് എടുക്കില്ല എന്ന് പറയുകയും ചെയ്യുക, എന്നിട്ട് സൂറത്തിൻ്റെ പേര് പറയുകയും ചെയ്യുക, അത് ഇരട്ടത്താപ്പാണ്. ഖുർആനിൽ ഒരു സൂറത്തിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ സൂറത്തിൻ്റെ പേര് ഖുർആനിലില്ല, നമ്പറും ഇല്ല. ഇത് 39-ാമത്തെ സൂറത്താണ്. എവിടുന്ന് കിട്ടി? അവതരണം കൊണ്ട് 39-ാമത്താണോ? ഒരിക്കലുമല്ല. അവതരിച്ച ആ ഓർഡർ നോക്കിയാൽ സൂറത്തുൽ സുമർ 39-ാം സൂറത്തല്ല, സൂറത്തുൽ ബഖറ 2-ാമത്തെ സൂറത്തല്ല. പിന്നെ എങ്ങനെ 2-ാമത്തെ സൂറത്തായത്? ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം ഹദീസ് എത്താൽ അതിനൊക്കെ മറുപടി ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഫാത്തിഹ 1-ാം സൂറത്താണ്, ബഖറ 2-ാം സൂറത്താണ്. എന്തുകൊണ്ട്? ഹദീസിന് മനസ്സിലായി. നിങ്ങളെ സംബന്ധിച്ച് ഫാത്തിഹ 1-ാം സൂറത്താകാൻ പറ്റൂല, 1-ാമത്തെ സൂറത്ത് ഇഖ്റ ബിസ്മി ആകണം, അതും 5 ആയത്ത് മാത്രം. പിന്നെ മുദ്ദസ്സിറിൻ്റെ കുറച്ച് ആയത്താവണം, പിന്നെ മുസമ്മിലാവണം, അങ്ങനെ വരേണ്ടത്. 2-ാം സൂറത്ത് എങ്ങനെ ബഖറയായി? ഹദീസിനെ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സഹോദര വലിയ അപകടത്തിലാണ് ചെന്ന് ചാടുന്നത്. നിങ്ങൾക്ക് പക്ഷെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും ഒരു രാത്രി പോയി കിടക്കുമ്പോൾ സ്വസ്ഥമായി ഒന്ന് ആലോചിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ ഒരായത്തിൻ്റെ ഒരു അർത്ഥം ആരെങ്കിലും ഒരാൾ എഴുതി അയച്ചു തന്ന് അതുമാത്രം നോക്കിയിട്ട് ഖുർആൻ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ ഹദീസ് എന്ന ചോദ്യം കേൾക്കാൻ രസമുണ്ടാകും. പക്ഷെ അത് ന്യായമായ ചോദ്യമല്ല. ഇനി മാത്രമേ വിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ പല വിഷയങ്ങളും ഖുർആൻ തന്നെ സൂചിപ്പിച്ച് പോയവ അത് ഹദീസിൽ നിന്ന് മാത്രമേ കിട്ടൂ എന്ന് ഖുർആനിൽ തന്നെ നമുക്ക് കിട്ടും. തിബിയാൻ ലിക്കുലി ഷൈഇൻ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഖുർആൻ എല്ലാത്തിനുള്ള വിശദീകരണമാണ് എന്ന് അറിയിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഹദീസ് എടുത്തേ ഖുർആൻ എടുക്കാൻ പറ്റുള്ളൂ. ഹദീസ് എടുക്കുന്നുവെങ്കിൽ ഖുർആൻ സ്വീകരിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഖുർആൻ സ്വീകരിക്കാൻ കഴിയൂല. അത് ഖുർആനെ കൊണ്ട് തന്നെ തെളിഞ്ഞ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് ആവട്ടെ, സംസം ആവട്ടെ, കഅബയാവട്ടെ, അതിലൊന്നും ഒരാശങ്കയും ആവശ്യവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം മതമാകണോ ലോകത്തിൻ്റെ സട്ടാവ് പറയണം. ആ സട്ടാവ് പറയാത്ത ഒന്ന് ആര് ചെയ്താലും അത് മതമല്ല. ആ സട്ടാവ് പറഞ്ഞ ഒന്ന് ഒരാളും സ്വീകരിച്ചില്ലെങ്കിലും അത് മതമാവാതിരിക്കുകയുമില്ല. അതുകൊണ്ട് സംസം വെള്ളത്തിന് മഹത്വമുണ്ട് എന്ന് സംസമിൻ്റെ സട്ടാവ് പറഞ്ഞു. എവിടെ പറഞ്ഞു? മലക്കിനെ പറഞ്ഞയച്ച് നബിയോട് പറഞ്ഞു കൊടുത്തു. കഅബയ്ക്ക് മഹത്വമുണ്ട് എന്ന് കഅബയുടെ സട്ടാവ് പറഞ്ഞു, ജിബീലിനെ പറഞ്ഞയച്ച് നബിക്ക് പറഞ്ഞു കൊടുത്തു. മഖാം ഇബ്രാഹിം മഹത്വമുണ്ടെന്ന് സട്ടാവ് പറഞ്ഞു, ജിബീലിനെ പറഞ്ഞയച്ചു നബിക്ക് ഓതി കൊടുത്തു. അതേപോലെ ഓരോന്നും അങ്ങനെയാണ്. ആ പറഞ്ഞയച്ച് ചിലത് ഖുർആനിൽ വന്നു, ചിലത് ഹദീസിൽ വന്നു, രണ്ടും അല്ലാഹ് പറഞ്ഞയച്ചതാണ്. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ നമുക്ക് എന്താ പ്രയാസമുള്ളത്? പിന്നെ ഇബ്ലീസിൻ്റെ സ്തൂപം, അങ്ങനത്തെ സ്തൂപമില്ല. ഇബ്ലീസിൻ്റെ സ്തൂപമില്ല, അവിടെ ഇബ്ലീസിനെ എറിയുകയുമല്ല. ഇബ്ലീസ് അത്ര വിഡ്ഢിയല്ല അവിടെ പോയി ഏറുകൊള്ളാൻ നിന്ന് കൊടുക്കാനൊന്നും. അപ്പോൾ ഇബ്ലീസിനെ എറിയൊന്നുമല്ല, അങ്ങനത്തെ വിശ്വാസം. അത് ചില അന്ധവിശ്വാസികൾ ഇപ്പം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകാം. പാകിസ്ഥാനികളെ കാണാൻ ചെരുപ്പ് വരിട്ടൊക്കെ പോടാ ഇബ്ലീസ് എന്ന് എറിയും, അത് കാര്യമില്ല. അതുകൊണ്ട് മതമാവില്ല. ഹദീസിലെവിടെയും ഇബ്ലീസിൻ്റെ സ്തൂപാണെന്നോ ഇബ്ലീസ് അവിടെ വന്ന് നിൽക്കുന്നോ ഇബ്ലീസിനെ എറിയാണെന്നോ അങ്ങനെയൊന്നും ഹദീസിൽ പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ ബാക്കി കുറേ പിന്നെ നമ്മളെ വകാണ്ട് അതേക്കാണ്ട് പിന്നെ കൂട്ടിക്കടിപ്പിച്ച് അത് ഹൈലൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒന്നുമില്ല. അവിടെ ഒരു ഏറ് ഇബ്രാഹിം നബി ഭാര്യ നിർവഹിച്ചിട്ടുണ്ട്.
അത് പിന്നീട് അള്ളാഹു തആല നമ്മോട് ആവശ്യപ്പെട്ടു, ഹജ്ജിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അവിടെ എറിയണം. അള്ളാഹ് ആവശ്യപ്പെട്ടതാണ്. അത് ഇബ്ലീസ് അല്ല പറഞ്ഞത്. അവിടെ പോയി എറിയാൻ അള്ളാഹു തആല ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹ് പഠിപ്പിച്ചതാണ്. അള്ളാഹ് എവിടെ പഠിപ്പിച്ചു? ജിബ്രീലിനെ പറഞ്ഞ നബിക്ക് പറഞ്ഞു കൊടുത്തു. ജിബ്രീലിനെ പറഞ്ഞയച്ചു, നബിക്ക് പറഞ്ഞു കൊടുത്തു. നബി സ്വഹാബത്തിനെ പഠിപ്പിച്ചു. നബി അന്ന് പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിങ്ങൾ കണ്ടുപഠിക്കുക. ഖുർആൻ മാത്രം വെച്ചാൽ എങ്ങനെ ഹജ്ജ് ചെയ്യാം? ഖുർആൻ പറഞ്ഞ എന്താണ്? ഖുർആൻ പറഞ്ഞപ്പോൾ സുമ്മ ഹഫീദു മിൻ ഹൈസു അഫാദൻ നാസ്, ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങളും ഒഴുകുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങൾ ഒഴുകുക. അപ്പോൾ ഹജ്ജിന് പോയി നമ്മൾ ഇനിയിപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്? ജനങ്ങൾ ഒഴുകുന്ന സ്ഥലത്തേക്ക് ഒഴുകാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ട് നീ എങ്ങോട്ട് പോകണം? ഞാനിത് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പോകണം. എന്നാൽ ഞാനും പോരാ. മറ്റവനെ കണ്ട പോകുമ്പോൾ ഞാൻ ഇന്ത്യക്കാവോ? എന്നാൽ അപ്പോൾ ഞാനും ഇന്ത്യക്ക് പോകും, എനിക്കതാ സൗകര്യം. കാരണം അള്ളാഹ് പറഞ്ഞ എന്താ? മിൻ ഹൈസു അഫാദൻ നാസ്, ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് നിങ്ങൾ ഒഴുകുക. എങ്ങോട്ടാണ് ഒഴുകുക നമ്മൾ? അത് ഹദീസ് വിശദീകരിച്ചു കൊടുത്തു. അറഫയിലേക്ക് പോകാനുള്ള പറച്ചിലാണത്. അറഫയിലേക്ക് പോകാനാണ് പറഞ്ഞത്. അത് എടുക്കാത്ത ഒരാൾ എന്താ ചെയ്യാം? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, മയ്യത്തും, നിക്കാഹും, തലാഖും ഒന്നും ഖുർആൻ മാത്രം എടുത്തുകൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഖുർആൻ തന്നെയും സ്വീകരിക്കാൻ കഴിയില്ല. ഒരു ഫാത്തിഹ പോലും ഓതാൻ പറ്റില്ല. ഒരു ഫാത്തിഹ പോലും 1-ാം അധ്യായം ഫാത്തിഹയാണെന്ന് പറയണമെങ്കിൽ ഹദീസ് എടുക്കണം. അതിൽ ഒരു ആയത്ത് ഓതണമെങ്കിൽ ഹദീസ് എടുക്കണം. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അസ്സുന്നത്തു സഫിനത്തു നൂഹിൻ. ഹദീസ് എന്നത് നൂഹ് നബിയുടെ കപ്പലാണ്. അതിൽ കയറിയവൻ രക്ഷപ്പെടും, കയറാതെ മാറി നിന്നാൽ നശിച്ചു തന്നെ. നൂഹ് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായി. കപ്പലിറങ്ങുമ്പോൾ എനിക്ക് തൗഹീദുണ്ട്, കപ്പലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിന്നാൽ രക്ഷപ്പെടൂല, മുങ്ങി നശിക്കും. തൗഹീദ് ഉണ്ടാകണം. കപ്പലിൽ കയറണോ? തൗഹീദ് ഉണ്ടാകണം. തൗഹീദ് ഉണ്ടോ? കപ്പലിൽ കയറണം. കപ്പലിൽ കയറണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം, അവനെ കയറ്റുള്ളൂ. തൗഹീദ് ഉണ്ടോ? കയറണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. ആ സ്ഥാനത്താണ് നബിയുടെ സുന്നത്ത്. ഖുർആൻ എടുക്കണോ? ഹദീസ് എടുക്കണം. ഹദീസ് എടുക്കുമോ? എന്നാലേ ഖുർആൻ എടുക്കാൻ പറ്റുള്ളൂ. മൻ റക്കിബഹ ഫഖദ് നജാ, ആര് കയറിയോ രക്ഷപ്പെടാം, ആര് മാറി നിന്നോ ഫഖദ് ഹലക, അവൻ നശിച്ചത് തന്നെ എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അന്ന് പഠിപ്പിച്ചത് ഈ ഒരു അർത്ഥത്തിലാണ്. അല്ലാഹു അക്ബർ. ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് താങ്കൾ പറഞ്ഞു പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളുടെ പേരുകൾ, അതുപോലുള്ള ഫാത്തിഹ, ഇഖ്റാ ബിസ്മിയുടെ കാര്യമൊക്കെ പറഞ്ഞു. താങ്കൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അള്ളാഹു അല്ല ഇതൊന്നും തീരുമാനിച്ചത് എങ്കിൽ അതിൻ്റെ അർത്ഥം മനുഷ്യരുടെ കൈകടത്തലുകൾ നടത്തി അധ്യായങ്ങളുടെ പേരുകളും മറ്റ് ആയത്തുകളും മാറ്റി മറിച്ചിട്ടുണ്ട് എന്ന് താങ്കളുടെ വാദപ്രകാരം അതിനർത്ഥം വരുന്നത് അങ്ങനെയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് സുമ്മ അലൈന ജമ്മഉ വ ഖുർആനുഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഖുർആനിൻ്റെ ഓതിത്തരലും അതിൻ്റെ ക്രോഡീകരണവും എൻ്റെ ബാധ്യതയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത് അള്ളാഹു ആണ്. ആ അള്ളാഹു തീരുമാനിക്കും ഇന്ന ആയത്ത് ഏതായത്ത് എവിടെ കൊടുക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ താങ്കൾ പറഞ്ഞു ഈ സ്തൂപത്തിന്റെ കാര്യം പറഞ്ഞു. അത് തമാശ ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഇത് ശിർക്കിന്റെ പ്രശ്നമാണ്. അത് ഇബ്ലീസിന്റെ സ്തൂപമാണെന്നും കല്ലെറിയുന്നതുമെല്ലാം അവിടെ നടക്കുന്നത് അത് ഇബ്ലീസിന്റെ സ്തൂപമായി പ്രതീകാത്മകമായ ഒരു ആരാധനാ കർമ്മം എന്ന നിലക്കാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞത് അള്ളാഹു അവന്റെ മലക്കുകളെ അയച്ച് പ്രവാചകന് സ്തൂപത്തെക്കുറിച്ചും സംസം വെള്ളത്തെക്കുറിച്ചുമെല്ലാം അറിവ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഹജ്ജിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്തൂപത്തിന്റെ എന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ തലമുടി എടുക്കുന്ന കാര്യം വരെ പറഞ്ഞ അള്ളാഹു എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ആരാധനാ കർമ്മം, കല്ലെറിയുന്ന ഒരു ആരാധനാ കർമ്മം പറയാതിരുന്നത്? മറ്റൊരു കാര്യം, സംസം വെള്ളത്തിന്റെ വിഷയത്തില് സംസം വെള്ളം എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണോ കുടിക്കുന്നത് ആ ഉദ്ദേശം നടക്കുമെന്നാണ് സംസം വെള്ളത്തെക്കുറിച്ചുള്ള ഹദീസ്. എവിടെയാണ് അള്ളാഹുവിന് പിന്നെ സ്ഥാനം? ഒരു വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിന് നമ്മുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. അതിന് യാതൊരു സംശയവുമില്ല. എന്താ കൂടെ ഞാൻ പറയാം, ഇത്രയൊക്കെ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ സ്തൂപം ഇബ്ലീസിന്റെ സ്തൂപം നിങ്ങൾക്ക് സമർത്ഥിച്ച് കിട്ടണം. ഹദീസിന് കിട്ടൂല, വേറെ എവിടെയും കിട്ടിയേക്കാം. ഹദീസിലില്ല. അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞോളി, ഏത് ഹദീസിലാണ് പറഞ്ഞത് ആ സ്തൂപം ഇബ്ലീസിന്റെ സ്തൂപമാണ്? ഹദീസിലുണ്ടോ? അത് പറഞ്ഞോളി. അങ്ങനെ ഹദീസിലില്ല. അപ്പം പിന്നെ പറഞ്ഞു ഒപ്പിക്കലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഇനി ഇപ്പം യഥാർത്ഥങ്ങൾ എൻ്റെ വാദമായി പറഞ്ഞ് നിങ്ങളെ വാദമായിട്ടല്ലേ വരേണ്ടത്. നിങ്ങൾ പറഞ്ഞെന്താ ഖുർആനിൽ കൈകടത്തലുണ്ടായി എന്ന് ഞാൻ പറയേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ അത് അള്ളാഹ് പഠിപ്പിച്ചതാണ്, നബിക്ക് പറഞ്ഞു കൊടുത്തതാണ്. നബിയാണ് പറഞ്ഞത് 1-ാം അധ്യായം ഫാത്തിഹയാണ്.
നിങ്ങൾ പറഞ്ഞ എന്താ? നബി പറഞ്ഞ ഞാൻ എടുക്കൂല, ഖുർആൻ പറഞ്ഞാൽ എടുക്കുള്ളൂ. അപ്പൊ ആ ഖുർആനിൽ 1-ാം അധ്യായം ഫാത്തിഹ എങ്ങനെ വന്നു? അത് അല്ലാഹ് ക്രോഡീകരിച്ചു മറുപടി പറ്റില്ലല്ലോ. അല്ലാഹ് ക്രോഡീകരിച്ച ഖുർആൻ ഇതാണെന്താ ഉറപ്പ്? അല്ല ഇന്ന അലൈനാ ജംഅഹു വ ഖുർആനാന്ന് പറഞ്ഞു, ക്രോഡീകരണം നാം ഏറ്റു. ഇപ്പൊ ഞാൻ വാദിക്കുക അല്ലാഹ് ക്രോഡീകരിച്ച ഖുർആൻ ഈ ഖുർആൻ അല്ല. കാരണം അല്ലാഹ് ആദ്യം ഇഖ്റ ബിസ്മിയാണ്, അതുകൊണ്ട് ഇതിലാദ്യം ഫാത്തിഹയാണ്, അതുകൊണ്ട് ഇത് അല്ലാഹ് ക്രോഡീകരിച്ച ഖുർആൻ അല്ല എന്ന് ഞാൻ വാദിച്ചാൽ, ഒരാൾ വാദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ ക്രോസ് ചെയ്യാൻ കഴിയും? അവിടെയാണ് പ്രശ്നം. ഞങ്ങൾക്കത് പ്രശ്നമല്ല. എന്തുകൊണ്ട്? ഹദീസിലുണ്ട്. ഓരോ ആയത്തിറങ്ങുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇത് ഇന്ന സൂറത്തിൽ ഇന്ന ഭാഗത്ത് വെക്കണം, ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്തായി വെക്കണം, ഈ ആയത്തിന് ശേഷം വെക്കണം എന്ന് നബി സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് വെച്ചത്, ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ മാത്രം വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഖുർആനിൽ മനുഷ്യ കൈകടത്തലുണ്ടെന്ന് പറയേണ്ടി വരും. ഹദീസ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൽ മനുഷ്യ കൈകടത്തലില്ല, ദൈവികമാണ്. ഇന്നലൈന ജംഅഹു വ ഖുർആന എന്ന് അംഗീകരിക്കാൻ പറ്റും. ഇത് ജംഅഹു എന്ന് പറഞ്ഞാൽ ക്രോഡീകരണമാണെന്ന് എവിടെ അർത്ഥം കിട്ടി? അങ്ങനെ അർത്ഥം ഉണ്ടെന്ന് എവിടുന്ന കിട്ടുക? ഇന്ന അലൈനാ ജംഅഹു നാം ക്രോഡീകരിക്കാം എന്ന് പറഞ്ഞാൽ അല്ലാഹ് പേപ്പറാക്കി ബൈൻഡ് ചെയ്ത് ഇറക്കി തരുമെന്നാണോ? അല്ലല്ലോ. അങ്ങനത്തെ ഖുർആനുകൾ കയ്യിലുണ്ടോ? അല്ലാഹ് ബൈൻഡ് ചെയ്ത് ഇറക്കിയ ഖുർആൻ ഉണ്ടോ? ഇല്ല. ഇത് മക്കത്തിൽ നിന്ന് മദീനത്തിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കണം മുസ്ഹഫ്. അപ്പോൾ ഇന്ന അലൈനാ ജംഅഹു ക്രോഡീകരണം അല്ലാഹ് ഏറ്റു എന്ന് പറഞ്ഞാൽ എന്താ ക്രോഡീകരണം? ഇമാം ബുഖാരി കൊടുത്ത വിശദീകരണം എന്താ? ഐ ഫീ സ്വദിരിക, നബിയെ താങ്കളുടെ മനസ്സിൽ ഇത് സൂക്ഷിച്ചു വെക്കുന്ന പണി ഞാൻ ഏറ്റു എന്നാണ് അതിൻ്റെ 1-ാമത്തെ തഫ്സീർ. 1-ാമത്തെ വിശദീകരണം അതാണ്. ആ ആയത്തിറങ്ങിയതെന്തിനാ? ലാ തുഹരിക് ബിഹി ലിസാനക തഅജല ബിഹി എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന അലൈനാ ജംഅഹു വ ഖുർആൻ എന്ന് പറഞ്ഞത്. ആയത്തിറങ്ങുമ്പോൾ നബിക്ക് പേടിയുണ്ട്, ജിബ്രീൽ സല്ലല്ലാഹു പോയതിന് ശേഷം ഈ ആയത്ത് ഞാൻ മറന്നാലോ, ഇത് കിട്ടാതെ പോയാലോ, ഒരു ആയത്ത് നഷ്ടപ്പെടൂലേ, എന്താ ചെയ്യുക? ബേജാറായി നബി വളരെ വേഗത്തിൽ ജിബ്രീലിൻ്റെ കൂടെ ഇങ്ങനെ ഓതി നബിക്ക് വല്ലാണ്ട് പ്രയാസമായി. അല്ലാഹു പറഞ്ഞു, അങ്ങനെ വേണ്ട, താങ്കൾ അങ്ങനെ ധൃതിപ്പെട്ട് നാവിട്ടടിക്കേണ്ടതില്ല, ഞാൻ ഏറ്റു നിങ്ങളെ മനസ്സിൽ അത് സ്ഥിരപ്പെടുത്തി തരാൻ. ഇന്ന അലൈനാ ജംഅഹു, അതിന് ജംഅ നിങ്ങളെ മനസ്സിൽ ഞാൻ ചെയ്തുതരാം. വ ഖുർആന, പാരായണവും ഞാൻ ഏറ്റിട്ടുണ്ട്, നിങ്ങൾ മറക്കൂല. അതാ മറ്റേ സുഹൃത്ത് പറഞ്ഞത്, സനുഖരിഉക ഫലാ തൻസ, ഞാൻ ഓതിത്തരാം, താങ്കൾ മറക്കുകയില്ല. അപ്പോൾ അവിടുത്തെ ജംഇന് ഈ ക്രോഡീകരണം എന്നല്ല 1-ാമത്തെ വ്യാഖ്യാനം. പല വിശദീകരണമുണ്ട്. ഒരു വിശദീകരണം ഇമാം ബുഖാരി അടക്കം കിതാബ് തഫ്സീറിൽ സ്വഹീഹ് ബുഖാരി കൊടുത്തായി ഫീ സ്വദരിക്, നബിയെ താങ്കളുടെ മനസ്സിൽ ഇതിനെ എല്ലാം സംഗമിപ്പിച്ച് തരൽ നാം ഏറ്റു എന്നതിനർത്ഥം. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മാത്രം തൽക്കാലം ഒരു പക്ഷേ മറുപടി പറയാൻ പറ്റുമെങ്കിലും അതൊരു മറുപടി അല്ല. നിങ്ങളെ മനസ്സ് പറയും, നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സംസം വെള്ളം കുടിച്ചാൽ എല്ലാ ഉദ്ദേശം നടക്കുന്നത് ശിർക്കാവൂലേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കഴിക്കാൻ പറ്റുക? ഭക്ഷണം കഴിച്ചാൽ എൻ്റെ വിശപ്പ് മാറുന്നു വിശ്വസിച്ചാൽ ശിർക്കാകണ്ടേ? വിട്ടുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്നു അത് വിശ്വസിക്കാൻ പറ്റില്ല, വിശപ്പ് മാറ്റുന്നതിന് പഠിച്ചവനാണ്, ഞാൻ ഭക്ഷണം കഴിക്കൂല. നിങ്ങൾ എന്താ കണ്ണട വെച്ചത്? കണ്ണട വെച്ച കാഴ്ച ഇട്ട് വിശ്വസിക്കാൻ പറ്റുമോ? ശിർക്കാവൂലേ? അല്ലാഹ് കണ്ണിന് കാഴ്ച കുറയ്ക്കുക, നിങ്ങൾ കണ്ണട വെച്ച കാഴ്ച തിരിച്ചിട്ട് വിശ്വസിക്കുക, ശിർക്കല്ലേ നിങ്ങളെ വാദപ്രകാരം? അപ്പം അങ്ങനെ ശിർക്ക് ലോകത്തില്ല. പടച്ചോൻ ചിലതിനെ സബബാക്കി നിശ്ചയിക്കും. അള്ളാഹു പലതിനെയും നിമിത്തമായി നിശ്ചയിക്കും. അത് ശർഈയായി നിമിത്തമാക്കി വെക്കലുണ്ട്, പ്രാപഞ്ചികമായ നിമിത്തമാക്കി വെക്കലുണ്ട്, പല രൂപത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി ഭക്ഷണം വിശപ്പിന് പരിഹാരമായി അള്ളാഹ് നിശ്ചയിച്ചു, വെള്ളം ദാഹത്തിന് ശമനമായി നിശ്ചയിച്ചു, മരുന്നുകൾ രോഗത്തിന് പ്രതിവിധിയായി നിശ്ചയിച്ചു. എന്നപോലെ സംസം വെള്ളം ഭക്ഷണമായി, പാനീയമായി, ഔഷധമായി അള്ളാഹ് നിശ്ചയിച്ചു. ആരാ വിശപ്പ് നൽകുന്നത്? അള്ളാഹ്. ആരാ സംസമിനെ പഠിച്ചത്? അള്ളാഹ്. ആ അള്ളാഹ് പറയാണ്, ഇത് കഴിച്ചോ, എൻ്റെ വിശപ്പിന് പരിഹാരമാണ്. രോഗം തന്നതാരാ? അള്ളാഹ്. സംസം ഉണ്ടാക്കിയതാരാ? അള്ളാഹ്. അള്ളാഹ് പറയാണ്, ഈ സംസം നീ കുടിച്ചോ, ഈ രോഗം ഞാൻ സുഖപ്പെടുത്തി തരാം. പഠിച്ചോനെ സുഖപ്പെടുത്തുന്നത് സംസം വെള്ളം സുഖപ്പെടുത്തില്ല. സംസം വെള്ളം സുഖപ്പെടുത്തില്ല, പഠിച്ചോൻ സുഖപ്പെടുത്തും. പാരസിറ്റമോൾ കഴിച്ചാൽ പനി മാറുന്നുണ്ടോ? എങ്ങനെ? പാരസിറ്റമോളാണോ നമ്മുടെ രോഗം സുഖപ്പെടുത്തുന്നത്? അല്ല, പഠിച്ചോനാണ്. അള്ളാഹ് വെച്ച നിമിത്തമാണ് അത്. എന്നാൽ എപ്പോഴും കുടിച്ചാൽ മാറിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ഒരാൾ പാരസിറ്റമോൾ കഴിച്ചൊരു പനി മാറിയില്ല, ഓൻ പറയാം പാരസിറ്റമോൾ പനിക്കുള്ളതല്ല കേട്ടോ, അത് ഭയങ്കര അപകടം, അത് വിശ്വസിച്ചാൽ ശിർക്കായി പോകും എന്ന് പറഞ്ഞാലോ എത്രമാത്രം മൗഢ്യമാണോ? അതിനേക്കാൾ മൗഢ്യമാണ് സംസം വെള്ളം കുടിച്ച് രോഗം മാറിയില്ല, കണ്ടോ എൻ്റെ അനുഭവത്തിനെതിരാ, അതുകൊണ്ട് ഇതിന് മഹത്വമല്ല, ഈ ഹദീസിനെ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മൗഢ്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദര, കേവലം ഒരു തർക്കം വാശി എന്നതിനപ്പുറത്ത് ആത്മാർത്ഥമായി ഈ വിഷയങ്ങളെ ഒന്ന് പഠിക്കാൻ താങ്കൾ സമയം കണ്ടെത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഒരു കാര്യം പ്രത്യേകം ഉണർത്തേണ്ടതുണ്ട്. കാരണം ഹദീസുകൾ ഒന്ന് പ്രഭാഷണത്തിൽ പറഞ്ഞു, ഹദീസുകളെ നിഷേധിക്കുന്നത് നിരീശ്വരവാദത്തിലേക്ക് പോകുമെന്ന രീതിയിൽ. ഞാൻ 25 വർഷമായിട്ട് ഹദീസുകളെ സമ്പൂർണ്ണമായിട്ട് നിഷേധിച്ച ഒരു വ്യക്തിയാണ്. ഇതുവരെയും നിരീശ്വരവാദത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. 2, ഹദീസുകളെ നിഷേധിക്കുന്നത്, ഇത് വളരെ ശ്രദ്ധിച്ച് ഒന്ന് കേൾക്കേണ്ട വിഷയമാണ്. ഹദീസുകളെ നിഷേധിക്കുന്നത് പ്രവാചകനെ നിഷേധിക്കുന്നതാണ് എന്ന് നിങ്ങളെല്ലാവരും വരുത്തി തീർക്കുന്നു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ. ഇത് 100% തെറ്റാണ്. ഹദീസുകൾ എന്നത്
പ്രവാചകനിൽ നിന്ന് നേരിട്ട് രേഖപ്പെടുത്തിയതോ പ്രവാചകൻ പറഞ്ഞത് പ്രവാചകന്റെ ലക്ഷക്കണക്കിന് സ്വഹാബികളിൽ ആരെങ്കിലും രേഖപ്പെടുത്തിയ ഒരൊറ്റ ഹദീസ് ഈ ലോകത്തില്ല, ഒരൊറ്റ ഹദീസ് ലോകത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ആ ഹദീസ് നിഷേധിച്ചത് പ്രവാചകനെ നിഷേധിക്കുന്നതായിട്ടാണ്. പ്രവാചകന്റെ ജീവിതം അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുത്തിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഈ ഖുർആൻ നിനക്ക് ജീവിതക്രമമായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകന്റെ ജീവിതം പരിശുദ്ധ ഖുർആനായിരുന്നു. അപ്പോൾ നബിയുടെ പ്രവാചകന്റെ ജീവിതം നമുക്ക് അറിയണമെങ്കിൽ നാം നോക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലേക്കാണ്. പ്രവാചകനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുഖാരിയുടെയോ മുസ്ലിമിന്റെയോ ഹദീസുകളെ നിഷേധിക്കുന്നതല്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകരെ നീ വേദനിക്കേണ്ടതില്ല, ഈ ജനം നിന്നെയല്ല തള്ളിപ്പറയുന്നത്, മറിച്ച് എൻ്റെ വചനങ്ങളെയാണ്. അതായത് പരിശുദ്ധ ഖുർആൻ, പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ തള്ളുന്നതാണ് യഥാർത്ഥത്തിൽ പ്രവാചകനെ തള്ളുന്നത്. ബുഖാരിയും മുസ്ലിമും അബൂദാവൂദ്, തിർമിദി, നസായി തുടങ്ങിയ റഷ്യക്കാരായ ആളുകൾ എഴുതി വെച്ച ഹദീസുകൾ, ആ ഹദീസുകളെ തള്ളുന്നത് ഒരിക്കലും പ്രവാചകനെ തള്ളുന്നതല്ല. പ്രവാചകനും ഇവരുമായി യാതൊരു ബന്ധവുമില്ല. പ്രവാചകൻ ഹദീസുകൾ എഴുതാൻ ഇവരെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഹദീസുകളെ നിഷേധിക്കുന്നത് പ്രവാചകനെ നിഷേധിക്കുന്നതാകുന്നത്? ഒരൊറ്റ കാര്യം കൂടിയും, ഇമാം ബുഖാരി ഹദീസുകൾ നബിയുടെ 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഏതാണ്ട് 7725 ഹദീസുകൾ ഒഴിച്ച് ബാക്കി 6 ചില്ലാനം വരുന്ന ഹദീസുകളെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ആരാണ് ആ പ്രവാചകന്റെ 6 ലക്ഷത്തിലധികം ഹദീസുകൾ തള്ളിക്കളഞ്ഞ ബുഖാരി ഹദീസ് നിഷേധിയല്ലേ? അതോ ബുഖാരിയുടെ 7725 ഹദീസുകൾ തള്ളിയ ഞാനാണോ ഹദീസ് നിഷേധി, അതോ പ്രവാചക നിഷേധി, അതോ ബുഖാരിയാണോ ഏറ്റവും വലിയ പ്രവാചക നിഷേധി? ഇവിടെ സഹോദരൻ റാഫി ഓതിയല്ലോ, ഇന്ന അലൈന ജംഅഹു വഖുർആന. അടുത്ത ആയത്ത് എന്താ? സുമ്മ ഇന്ന അലൈന ബയാന. ആ ആയത്ത് കൂടി സഹോദരൻ പഠിക്കണം. ഈ ഖുർആൻ ജംഅ ചെയ്യൽ മാത്രമല്ല, ആ ഖുർആൻ വിശദീകരിക്കൽ കൂടി അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് പല ആയത്തുകളുടെയും വിശദീകരണം നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടുന്നില്ല. പല ആയത്തുകളും വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. ചേകനൂർ മൗലവിയുടെ പുസ്തകന്റെ കയ്യിലുണ്ട്, നമസ്കാര രൂപം ഖുർആനിൽ എന്ന് പറഞ്ഞ്. ഒരൊറ്റ പേജ് പോലും ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമസ്കാര രൂപം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല. അപ്പോൾ ഖുർആൻ സ്വീകരിക്കണം, ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ചട്ട ഇങ്ങനെ, ആ പുസ്തകം ഇങ്ങനെ തൊക്കിൽ വെച്ച് നടക്കലും സഞ്ചിയിലിട്ട് നടക്കലുമല്ലല്ലോ. ആ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക. ആ ഖുർആനിലാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ റസൂലുള്ളാഹിനെ അനുസരിക്കണം, റസൂലുള്ളാഹിന്റെ ഹദീസ് അനുസരിക്കണമെന്ന്. പിന്നെ സഹോദരൻ റഫിയുടെ ഒരു സംശയം, പല ആളുകളും പല യുക്തിവാദങ്ങളിലേക്കുമൊക്കെ ചേക്കേറിയിട്ടുണ്ടെങ്കിലും ഞാൻ 10-25 കൊല്ലമായി ഹദീസ് നിഷേധിച്ച് നടക്കുന്നു, പക്ഷേ എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. അങ്ങനെയാണ് മനുഷ്യന്മാർക്ക് കുഴപ്പം പറ്റിയത്. പക്ഷേ ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ ധിക്കരിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ എതിര് പ്രവർത്തിച്ച ആളുകൾ, അവരെ നാം തിരിച്ചു കളയും, അവസാനം നരകത്തിലിട്ട് നാം അവരെ കരിച്ചു കളയും എന്നൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇവിടുന്ന് ആർക്കും മനസ്സിലാവൂല, ഞാൻ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ദുനിയാവെന്ന് മനസ്സിലാവൂല. പക്ഷെ പരലോകത്ത് നരകത്തിൽ കിടക്കുമ്പോൾ ചില ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലു യാ ലൈതന, അള്ളാഹുവിൻ്റെ എൻ്റെ നാശമേ എന്ന് പറഞ്ഞ് അതഅന അല്ലാഹു വ അതഅന റസൂല, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അന്ന് അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നരകത്തിൽ വെച്ചുകൊണ്ട് ബോധ്യപ്പെടുന്ന ചില ആളുകളുണ്ടായിരിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആ ബോധ്യം നരകത്തിലേക്ക് എത്തുന്ന മുമ്പ് ഇവിടെ നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ്. ഹദീസ് നിഷേധത്തിലൂടെ കുഫറിലേക്ക് തന്നെയാണ് ചെന്നെത്തുക. അതിൻ്റെ ഉദാഹരണമാണ് ചേകനൂർ മൗലവി. എൻ്റെ കയ്യിലുള്ളത് നിരീക്ഷണ മാസികയാണ്. ചേകനൂർ മൗലവി 969 ഇറക്കിയ നിരീക്ഷണ മാസിക. ഈ നിരീക്ഷണ മാസികയിൽ ചേകനൂർ മൗലവി എഴുതിയത് ഹദീസ് പ്രമാണമാണ് എന്നാണ്. ഹദീസ് പ്രമാണമാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന് അന്ന് കുഴപ്പം? ഇജ്മാഉം ഖിയാസും പ്രമാണമല്ല എന്നായിരുന്നു. ഹദീസ് പ്രമാണമാണ്, ഇജ്മാഉം ഖിയാസും പ്രമാണമല്ല എന്ന് വാദിച്ചു തുടങ്ങിയ ചേകനൂർ മൗലവി പിന്നീട് എഴുതിയ പുസ്തകമാണ് പ്രമാണയോഗ്യമായ ഹദീസ് ഏത് എന്നുള്ളത്. ഇതിൽ ഒരു അധ്യായമുണ്ട്, ഹദീസ് പ്രമാണമാണ്. ഇതിൻ്റെ 53-ാമത്തെ പേജിൽ കാണാം,
ഇതിൻ്റെ 53-ാമത്തെ പേജിൽ അദ്ദേഹം കൃത്യമായി കൊണ്ട് പറയുകയാണ്, ഹദീസ് പ്രമാണമാണ്, പക്ഷേ അത് നബിയുടെ ഹദീസായിരിക്കണം. ഇവിടെ സഹോദരൻ റഫി ഓതി ഹദീസ് പ്രമാണത്തിൻ്റെ ആവശ്യം തന്നെയല്ല, കാരണം ഖുർആൻ സമ്പൂർണ്ണമാണ്. ചേകനൂർ മൗലവി ആദ്യം പറഞ്ഞു ഹദീസ് പ്രമാണമാണ്, പിന്നെ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഹദീസായിരിക്കണം. റസൂലുള്ളാഹിന്റെ ഹദീസ് നിലവിലില്ല. പിന്നെ അവസാനം അയാൾ എത്തിപ്പെട്ടത് എവിടെയാണ്? ഹദീസ് പ്രമാണമല്ല എന്ന് സ്വീകരിച്ച് അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയ ആൾ അവസാനം എഴുതിയ പുസ്തകമാണ് സർവ്വമത സത്യവാദം ഖുർആനിൽ. അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളും സത്യമാണെങ്കിൽ ഖുർആൻ അവതരിക്കേണ്ട ആവശ്യമുണ്ടോ? തൗറാത്തും ഇഞ്ചീലും അവിടെ അല്ലേ? അവസാനം കുഫറിലേക്ക് എത്തിപ്പെട്ടു, പർശിയായ കുഫറിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ വായിക്കാൻ സമയമില്ല. അള്ളാഹുവിൻ്റെ മതം ഇസ്ലാം മാത്രമല്ല ശരി, വേറെ എല്ലാ മതങ്ങളും ശരിയാണ്. ഹിന്ദുവിന് ഹിന്ദു മതമനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ സ്വർഗം കിട്ടും, അതുപോലെ തന്നെ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ മതമനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ സ്വർഗം കിട്ടുമെന്ന ഇസ്ലാമിക വീക്ഷണത്തിൽ നോക്കിയാൽ ഏറ്റവും അബദ്ധജലിതമായ ഒരു കുഫറിൻ്റെ വാചകമാണ്. അവിടേക്ക് എത്തും. പക്ഷേ ഇത് എഴുതുമ്പോഴും ചേകനൂർ മോല് വിചാരിച്ചത് ഞാൻ സത്യത്തിൽ തന്നെയാണെന്നാണ്. അതുകൊണ്ട് നിർവാഹമില്ലല്ലോ. ഈ പുസ്തകം എഴുതുമ്പോഴും ചേകനൂരിൻ്റെ വിശ്വാസം എന്താ? ഞാൻ തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെ തെറ്റിയത് മൂപ്പര് അറിയില്ല. അതുകൊണ്ട് പിന്നെ റഫി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ആരും ഹദീസ് എഴുതി വെച്ചിട്ടില്ല. ആര് നിങ്ങളോട് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ എഴുതി വെച്ച അതേ കരങ്ങൾ കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തെളിവുകൾ വേണം? സഹീൽ ബുഖാരി ഇമാം പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ബുഖാരിയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഇമാം ബുഖാരി പറഞ്ഞതല്ല. അങ്ങനെ പറഞ്ഞ മുസ്ലിംകൾ സ്വീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹാബത്ത് കേൾക്കുന്നു, അവർ ഇത് രേഖപ്പെടുത്തുന്നു. ആ കേട്ട സഹാബത്തിന് താബികൾ കേൾക്കുന്നു, അവർ ഇത് രേഖപ്പെടുത്തുന്നു. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ തന്നെ നിങ്ങളതിൻ്റെ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് നോക്കൂ. ലബത്തുൽ കിതാബത്തും ലബത്തുൽ സദറും വേണം. ആ ഹദീസ് അവൻ ഹൃദ്യസ്ഥമാക്കണം, അതവൻ്റെ കയ്യിൽ രഹിതമായ രേഖയുണ്ടാകണം. അപ്പോഴേ ഹദീസ് സഹിയാകുള്ളൂ. ഹദീസിനെ കുറിച്ച് പഠിക്കാതെ വിശുദ്ധ ഖുർആൻ പോലും ശരിക്കും മര്യാദയ്ക്ക് ഓതാൻ അറിയാത്ത ഇത്തരത്തിലുള്ള ഈ നിഷേധത്തിൻ്റെ വാദങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മാറ്റി നിർത്തിയാൽ അവർക്ക് അവസാനം എവിടേക്കാണ് എത്തിച്ചേരുക എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ എമ്പാടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിൻ്റെ ദീൻ ശരിയാവണ്ണം സ്വീകരിക്കുകയും ചെയ്യുക. ഹദീസുകളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഒന്നും തന്നെ ഒരു കഴമ്പുമില്ലാത്തതാണ്, ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ്റെ ഹദീസുകൾ ഖുർആൻ എഴുതി വെച്ചതുകൊണ്ട് ഖുർആൻ പ്രമാണമായതല്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബായതുകൊണ്ട്, വഹയായതുകൊണ്ട് പ്രമാണമായതാണ്. ഇനി ഒരാളും ഒരു ഹദീസ് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും അത് വഹയാണെങ്കിൽ അത് പ്രമാണമാണ്. ഖുർആൻ എഴുതി വെച്ച് സൂക്ഷിച്ചു വെച്ചു എന്നതുകൊണ്ട് മാത്രം അത് പ്രമാണം, പിന്നെ അതുകൊണ്ട് മാത്രമല്ല അത് പ്രമാണമായി തീർന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ വഹയാണോ അതാണ് പ്രമാണം. അത് എഴുതി വെച്ചാലും ഇല്ലെങ്കിലും പ്രമാണമാണ്. പക്ഷെ രണ്ടും എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ എല്ലാ ഹദീസിൻ്റെ കിതാബുകൾക്കും മഖ്തൂത്തുകളുണ്ട്. പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എഴുതിയ ലിഖിത രൂപങ്ങളുണ്ട്. അലി ബിൻ അബി താലിബ് എഴുതി വെച്ചിരുന്നു, ബുഖാരിൽ ഹദീസുണ്ട്. സഹീഫത്തു അലി എന്ന് പറയുന്ന ഹദീസിൻ്റെ കിതാബ് അലി ബിൻ അബി താലിബിനുണ്ട്. സഹീൽ ബുഖാരി നിങ്ങൾ മറിച്ചു നോക്കൂ. അബ്ദുല്ലാഹി ബിൻ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കിതാബത്ത് നടത്തിയിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചില ഹദീസുകൾ എഴുതി വെച്ചിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിരുന്നു. അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടില്ല എന്ന് വെറുതെ കാർഡടിച്ച് ഏതെങ്കിലും ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് പോകരുത്.